ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക് എക്സാംസ്. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പം നമുക്ക് നമ്മുടെ കേരള ബാങ്കിന് ഒരു മൊഡ്യൂൾ തന്നെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞ മൊഡ്യൂൾ വരുന്നുണ്ട് അല്ലെ. സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പം നമ്മൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ആക്ട് ആൻഡ് റൂൾസിൽ വരുന്ന കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. നമ്മുടെ സിലബസിൽ ഓൾറെഡി പറയുന്നുള്ള കാര്യങ്ങൾ കൂടാണ് കേട്ടോ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 42, സെക്ഷൻ 42 അല്ലേ. അതായത് ഗവൺമെൻറ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ്. ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നത് അല്ലേ, ഗവൺമെൻറ് എയ്ഡ്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 42, ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. അതായത് ഗവൺമെൻറ് സഹകരണ സംഘങ്ങളിൽ എങ്ങനെയാണ് നേരിട്ട് പങ്കാളിയാകുക. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നുണ്ട്. നോക്കിയേ, the government may subscribe directly to the share capital of a society with a limited liability. ഇപ്പോൾ ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ അല്ലെ, ക്ലിപ്ത ബാധ്യതയിൽ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. ഗവൺമെന്റ് ഇവിടെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, നേരിട്ട് തന്നെ സംഘങ്ങളുടെ ഷെയർ ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്താണ് ഗവൺമെന്റിന് നേരിട്ടുള്ള പങ്കാളിയാകാം. അവിടെ സബ്സെക്ഷൻ 2 പറയാണ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി എഗ്രിമെന്റ് ടു ദ കോൺട്രാറി അല്ലെ. ഇവിടെ പറയാണ്, ദ ഗവൺമെന്റ് ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എ ഡിവിഡൻഡ് ഓൺ ദ ഷെയർ ഓഫ് എനി സച്ച് സൊസൈറ്റി അറ്റ് എ റേറ്റ് ഹയർ ദാൻ അറ്റ് വിച്ച് സച്ച് ഡിവിഡൻഡ് ഈസ് പേയബിൾ ടു എനി അതർ ഷെയർ ഹോൾഡർ ഓഫ് ദ സൊസൈറ്റി. ഇവിടെ പറയുന്നത് എന്ത് തന്നെ വിരുദ്ധമായിട്ട് എന്ത് തന്നെ പറഞ്ഞാൽ ഇവിടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. സാധാരണക്കാർക്ക് കിട്ടുന്ന അതേ ഡിവിഡൻഡ് തന്നെ ഗവൺമെന്റിനും കിട്ടുകയുള്ളൂ. ഗവൺമെന്റിന് വലിയ സംഭവമാണ് അല്ലേ, ഗവൺമെന്റ് ഞങ്ങൾ വലിയ ഉള്ളികളാണെന്നും പറഞ്ഞാൽ ഗവൺമെന്റിന് കൂടുതൽ ഡിവിഡൻഡ് കിട്ടില്ല. സാധാരണ ജനങ്ങൾക്ക്, സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അതേ ഡിവിഡൻഡ് തന്നെ ഇവിടെ ഗവൺമെന്റിനും കിട്ടുകയുള്ളൂ എന്ന് ഓർത്ത് നോക്കുക. ഇപ്പം ഓർത്ത് നോക്കുക, ഗവൺമെന്റ് നേരിട്ട് പങ്കാളിയാകാമോ? നേരിട്ട് ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ നേരിട്ട് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഗവൺമെന്റിന് സഹകരണ സംഘങ്ങളിൽ എന്താകാം? പങ്കാളികളാകാം, ഡയറക്റ്റ് പാർട്ണറാകാം. പിന്നെ ഗവൺമെന്റിന് സാധാരണക്കാരായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അതേ ഡിവിഡൻഡ് തന്നെ ഇവിടെ ഗവൺമെന്റിന് ലഭ്യമാകുകയുള്ളൂ എന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഇനി സെക്ഷൻ 43, നമ്മൾ ആദ്യം പഠിച്ചത് ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പാണ്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ്. ഇപ്പൊ ഗവൺമെന്റ് നമ്മൾ ആദ്യം പഠിച്ച ഡയറക്റ്റ് അല്ല, അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? നേരിട്ട് സൊസൈറ്റീസിന്റെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നു അല്ലെ. ഗവൺമെന്റ് നേരിട്ട് സൊസൈറ്റീസിന്റെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടാണ് ഡയറക്റ്റ് പാർട്ണർ ആകുന്നത്. ഇനി ഇവിടെ ഇൻഡയറക്റ്റ് പാർട്ണർ എങ്ങനെ നോക്കിയേ, ദ ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി അല്ലെ. ഒരു സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. അതായത് ഇവിടെ ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിനാണ് കൊടുക്കാന്ന് അറിയാലോ അല്ലെ, പൊതുവെ പഠിക്കാറുണ്ട്. നോക്കിയേ, അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട് ഈ അപ്പെക്സ് സംഘത്തെ കൊണ്ട് മറ്റ് സൊസൈറ്റീസിന് ഷെയർ മേടിപ്പിക്കുകയാണ് ഗവൺമെന്റ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് സംഘങ്ങളുടെ ഷെയർ മേടിക്കും. ഇവിടെ മറ്റ് സംഘങ്ങൾക്ക് പൈസ കൊടുത്തുകൊണ്ട് ഇവരെ കൊണ്ട് അല്ലെ, ഒരു ഇടനിലക്കാരാക്കി ഇവരെ വെച്ചുകൊണ്ട് ഇവരെ കൊണ്ട് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിപ്പിക്കുന്നതിനാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുക കേട്ടോ. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. അപ്പം ഡയറക്റ്റ് പാർട്ണർഷിപ്പ് പഠിച്ചു, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് പഠിച്ചു. അടുത്ത പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്ന് പറയും കേട്ടോ. മുഖ്യ പങ്കാളിത്ത ഫണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട 3 കാര്യങ്ങൾ ഓർക്കുക. സെക്ഷൻ 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആൻ അപ്പെക്സ് സൊസൈറ്റി which is provided with the monies by the government under section 43. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു ഗവൺമെന്റ് സംഘങ്ങൾക്ക് പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഗവൺമെന്റ് നൽകുന്ന ഗവൺമെന്റ് ഇവിടെ 43 പ്രകാരം അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കുന്നു, ഫണ്ട് കൊടുക്കുന്നു. ആ ഫണ്ട് കൊണ്ട് അല്ലെ, വിത്ത് സച്ച് മണി, ആ ഫണ്ട് കൊണ്ട് ഇവിടെ അപ്പെക്സ് സംഘം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഒന്നും ഓർത്ത് നോക്കുക,
എന്താണ് an apex society which is provided with the monies by the government under section 43 ഗവൺമെന്റ് സെക്ഷൻ 43 പ്രകാരം നൽകുന്ന പണം കൊണ്ട് അപ്പെക്സ് സംഘം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടിനെയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആരാണ് ക്രിയേറ്റ് ചെയ്യുക? അപ്പെക്സ് സംഘമാണ്. ആര് നൽകിയ പണം കൊണ്ടാണ്? ഗവൺമെന്റ് നൽകിയ പണം കൊണ്ട്. ഗവൺമെന്റ് സെക്ഷൻ 43 പ്രകാരം നൽകിയ ഫണ്ട് കൊണ്ട് അപ്പെക്സ് സംഘം ക്രിയേറ്റ് ചെയ്ത ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. എന്താണ് പറയുകയാണ്, an apex society shall utilize the principal state partnership fund for the purpose of. അപ്പോൾ അപ്പെക്സ് സംഘം ഇങ്ങനെ രൂപീകരിക്കുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? വേറെ മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ അതിന്റെ യൂട്ടിലൈസേഷൻ പറയുന്നുണ്ട്. എന്താണ്? ഡയറക്ട്ലി പർച്ചേസിങ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ, അതായത് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ, മറ്റ് സംഘങ്ങളുടെ ഷെയർ നേരിട്ട് മേടിക്കാൻ അപ്പെക്സ് സംഘത്തിന് ഈ പണം ഉപയോഗിക്കാം. അല്ലെങ്കിലോ രണ്ടാമത്തെ ഉപയോഗം പറയാണ്, പ്രൊവൈഡിങ് മണി ടു എ സെൻട്രൽ സൊസൈറ്റി ടു എനേബിൾ ദാറ്റ് സൊസൈറ്റി ടു പർച്ചേസ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പൊ എന്താ പറയുക, അതായത് ഈ അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നു. അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നു. ഒന്നാമത്തെ ഉപയോഗം എന്താണ്? ഡയറക്ട്ലി പർച്ചേസിങ് ഷെയർ, മറ്റ് സംഘങ്ങളുടെ ഷെയർ പർച്ചേസ് ചെയ്യാം. രണ്ടാമത്തെ എന്താണ്? തൊട്ട് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാം. ഓക്കെ, സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാം. എന്തിനാണ് ഈ സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കുന്നത്? അവരെ കൊണ്ട് പ്രൈമറി സംഘത്തിന് ഷെയർ മേടിപ്പിക്കാൻ. ശരിയല്ലേ? ഹിയറിൻ ആഫ്റ്റർ ഇൻ ദിസ് ചാപ്റ്റർ റെഫർ ടു ആസ് പ്രൈമറി സൊസൈറ്റീസ്. അതായത് തൊട്ട് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കുന്നു, തൊട്ട് താഴെയുള്ള പ്രൈമറി സൊസൈറ്റീസിന് ഷെയർ മേടിക്കാൻ വേണ്ടി സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാം ഈ ഫണ്ടിൽ നിന്ന് കേട്ടോ. മൂന്നാമത്തെ ഉപയോഗം, മേക്കിംഗ് പേയ്മെന്റ് ടു ദ ഗവൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ഫോർ നോ അതർ പർപ്പസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പ്രകാരം, ഈ പാഠം പ്രകാരം, അല്ലെങ്കിൽ ഈ ഒരു കുറേ സെക്ഷൻ പഠിക്കാറുണ്ട്, ഇത് പ്രകാരം ഗവൺമെന്റിലേക്ക് ഈ അപ്പെക്സ് സംഘത്തിന് പണം തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുക്കാനും ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ല അപ്പെക്സ് സംഘത്തിന്റെ സ്വന്തം പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് മാത്രമേ കൊടുക്കാനുള്ളതും കിട്ടുന്നത് കൊണ്ട് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ വരുന്ന കയ്യിലേക്ക് വരവ് വെക്കുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു, പിന്നെ ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഈ ഒരു ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ മറ്റൊരു ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ്. നമുക്കറിയാം കേരള ബാങ്കിന്റെ എക്സാം ഈ അടുത്തെത്തി. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു ബൂസ്റ്റർ ബാച്ച് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 ദിവസം കേട്ടോ, 10 ദിവസം, ഒരു ദിവസം 2 മണിക്കൂർ വീതം, 10 ദിവസം എത്ര 2 മണിക്കൂർ പെർ ഡേ, 2 മണിക്കൂർ വീതം ലൈവ് ക്ലാസ് ആയിരിക്കും. ടോട്ടല് 20 അവേഴ്സ് കേട്ടോ, 20 മണിക്കൂർ ടോട്ടൽ ക്ലാസ് വരുന്നുണ്ട്. 10 ദിവസം മൊഡ്യൂൾ വൈസ് തന്നെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അവസാനത്തെ ലാപ്പിൽ ഒന്ന് ഓടാൻ നിങ്ങളെ സഹായിക്കുക. അതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു കോഴ്സ് കൊണ്ടുള്ള എന്താ പറയുക നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 4 മോഡൽ എക്സാംസും ഉണ്ട് കേട്ടോ. 4 മോഡൽ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഇപ്പോൾ 10 ദിവസം 2 മണിക്കൂർ വീതം, ടോട്ടൽ 20 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളാണ് കേട്ടോ. നോർത്ത് വെച്ചേക്ക് കേട്ടോ. അപ്പം നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, 8921440580 കോൺടാക്ട് ചെയ്യുക. വിശദമായ വിവരങ്ങൾ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണെങ്കിൽ ഇനി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു 42 ഡയറക്റ്റ്, 43 ഇൻഡയറക്റ്റ്, അത് പ്രകാരം 44 പ്രകാരമായിട്ട് നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇനി 45 പ്രകാരം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിന്റെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കുക ആണേ. അപ്പൊ അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് സെൻട്രൽ സംഘം രൂപീകരിക്കുന്ന ഫണ്ടാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. നോക്കാം, എ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് മണീസ് ബൈ ആൻ അപ്പെക്സ് സൊസൈറ്റി ഫ്രം ദി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും അപ്പെക്സ് സംഘം പൈസ കൊടുക്കുന്നു ആർക്ക്? സെൻട്രൽ സംഘത്തിന്. ആ ഫണ്ട് കൊണ്ട് വിത്ത് സച്ച് മണി, ആ ഫണ്ട് കൊണ്ട് എന്താണ് നമ്മുടെ സെൻട്രൽ സംഘം രൂപീകരിക്കുന്ന ഫണ്ടിനെയാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അപ്പെക്സ് സംഘം, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് സെൻട്രൽ സംഘം രൂപീകരിക്കുന്നത്. ഇവിടെ പറയാണ് എ സെൻട്രൽ സൊസൈറ്റി ഷാൾ യൂട്ടിലൈസ് ദ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ്. അപ്പം ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമത്തെ പറയാണ് പർച്ചേസിങ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റി അല്ലേ.
പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിക്കാൻ ഉപയോഗിക്കാം. പിന്നെ എന്താണ്, ഈ ചാപ്റ്റർ പ്രകാരം നമ്മൾ ഇങ്ങോട്ട് പൈസ മാത്രം മേടിച്ചാൽ പോലെ തിരിച്ചു കൊടുക്കാനും ബാധ്യസ്ഥരാണ്. മേടിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതും ഇതേ ഫണ്ടിൽ നിന്നാണ്. ഇപ്പോൾ ഗവൺമെന്റിലേക്ക് അപ്പെക്സ് സംഘം ഗവൺമെന്റിൽ നിന്ന് മേടിക്കുന്ന പണം കൊണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കുന്നു, കിട്ടുന്നതൊക്കെയാണ് ഇത് വരവ് വെക്കുന്നു. പിന്നെ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഫണ്ടിൽ നിന്ന് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ സെൻട്രൽ സംഘം ഈ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ കിട്ടുന്ന പണം കൊണ്ട് ഈ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് തിരിച്ചു കൊടുക്കുന്നത് ഈ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നായിരിക്കും. സ്വന്തം ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ സംഘത്തിന്റെ മറ്റ് പൈസയോ കൊടുക്കാൻ പറ്റില്ല. പുറത്ത് നോക്കുക, making payment to the Apex Society in accordance with the provision of this chapter and for no other purpose. അപ്പം ഇവിടെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് 2 കാര്യത്തിനും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് 3 കാര്യത്തിനും ഉപയോഗിക്കാം. ഓക്കെ. സെക്ഷൻ 46 പറയാണ് അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർ. അപ്പം ഇപ്പം ഞാൻ പറയാം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അതിന്റെ ഒന്നാമത്തെ ഉപയോഗം എന്താണ്, മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കുന്നു. അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കുന്നു. സെൻട്രൽ സംഘം അതുപോലെ തന്നെയല്ലേ ചെയ്യുക. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് സെൻട്രൽ സംഘം സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ പ്രൈമറി സംഘങ്ങളുടെ ഷെയർ മേടിക്കുക. അപ്പം ഇവിടെ പറയുകയാണെങ്കിൽ നോ ഷെയർ ഇൻ എ സൊസൈറ്റി ഷാൾ ബി പർച്ചേസ്ഡ് ഫ്രം ദ മണീസ് ഇൻ ദി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ ദി സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എക്സെപ്റ്റ് വിത്ത് എ പ്രീവിയസ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് ഓഫ് ദ ഗവൺമെന്റ്. അതായത് ഒരു അപ്പെക്സ് സംഘം അവരുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും മറ്റ് സംഘങ്ങളുടെ ഷെയർ ഡയറക്റ്റ് മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ മേടിക്കുന്നതിന് മുൻപായിട്ട് ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള രേഖാമൂലമുള്ള അനുമതി, അല്ലേ, പ്രീവിയസ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുൻകൂട്ടി രേഖാമൂലമുള്ള റൈറ്റിംഗ് അല്ലേ, മുൻകൂട്ടിയുള്ള രേഖാമൂലമുള്ള അനുമതി മേടിച്ചതിന് ശേഷം മാത്രമേ അപ്പെക്സ് സംഘത്തിന്റെ പ്രിൻസിപ്പൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് മറ്റ് സംഘടന ഷെയർ മേടിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക, സെൻട്രൽ സംഘത്തിന് ഷെയർ മേടിക്കണമെങ്കിലും ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വേണം എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ അപ്രൂവൽ വേണം, ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. അടുത്ത പറയുന്നത് ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഷെയർ. പറയാണ് വേർ എനി ഷെയർ ഇൻ എ സൊസൈറ്റി ആർ പർച്ചേസ്ഡ് ബൈ ദ ഗവൺമെന്റ്. അപ്പം ഗവൺമെന്റ് സെക്ഷൻ 42 പ്രകാരം ഒരു സംഘത്തിന്റെ ഷെയർ മേടിച്ചാലും അപ്പെക്സ് സംഘം അല്ലെങ്കിൽ സെൻട്രൽ സംഘം, അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചും സെൻട്രൽ സംഘം സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്, അപ്പോൾ ഗവൺമെന്റ് ആയിക്കോട്ടെ, അപ്പെക്സ് സംഘം ആയിക്കോട്ടെ, സെൻട്രൽ സംഘം ആയിക്കോട്ടെ, ഇവരൊക്കെ മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കും അല്ലേ. അങ്ങനെ ഷെയർ മേടിച്ചു കഴിയുമ്പോൾ ഇവരുടെ ബാധ്യത എത്രത്തോളമാണ്, സംഘം പൊട്ടിപ്പോവുകയാണെങ്കിൽ ഇവരുടെ ബാധ്യത എത്രത്തോളമാണെന്ന് നമ്മൾ നോക്കണം അല്ലേ. ഓർ ദ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആസ് ദ കേസ് മേ ബി ദ ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർ ഷാൾ ഇൻ ദ ഇവന്റ് ഓഫ് ദ സൊസൈറ്റി ബീങ് വൗണ്ട് അപ്പ്. അതായത് ഇവർ മേടിച്ച സംഘങ്ങളുടെ ഷെയർ ഇവർ ഷെയർ മേടിച്ച സംഘങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇവരുടെ ലയബിലിറ്റി എത്രയായിരിക്കും, ബി ലിമിറ്റഡ് ടു ദ എമൗണ്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർ. അപ്പം എത്രത്തോളം ഷെയർ ആണോ ഇവർ പേ ചെയ്തത്, എത്രത്തോളം എമൗണ്ട് ആണോ ആ ഷെയറിന് പേ ചെയ്തത്, അത്രത്തോളം ആയിരിക്കും ഇവരുടെ ബാധ്യത. അല്ലാതെ ഇവർ ഗവൺമെന്റ് ആണെന്നോ അപ്പെക്സ് സംഘമാണെന്നോ അല്ലെങ്കിൽ സെൻട്രൽ സംഘമാണെന്നോ ഇവർ കൂടുതൽ പൈസ കൊടുക്കണ്ട. എത്രത്തോളം ഷെയർ എടുത്തിട്ടുണ്ടോ അത്രത്തോളം ആയിരിക്കും ഇവരുടെ ബാധ്യത. ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഷെയർ കേട്ടോ. അത്രയായിരിക്കും ഓർത്ത് വെക്കുക. അത് കൂടുതൽ അല്ല ഗവൺമെന്റ് ആയതുകൊണ്ട് കൂടുതൽ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, സാധാരണക്കാരന് കൊടുക്കുന്ന അതേ രീതി തന്നെ. ഇനിയും പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഗവൺമെന്റ് 42 പ്രകാരം ഒരു സംഘത്തിന്റെ ഷെയർ ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാരന് കിട്ടുന്ന അതേ ഡിവിഡൻഡ് ഗവൺമെന്റ് കിട്ടുകയുള്ളതെന്ന് ഓൾറെഡി പഠിച്ചിരുന്നു. നമുക്കിവിടെ നോക്കാം. ആൻ അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഹാസ് പർച്ചേസ്ഡ് ഷെയർ ഇൻ അതർ സൊസൈറ്റി ഫ്രം ദ മണീസ് ഇൻ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് and a central society which has purchased the share in primary society from the monies in the subsidiary state partnership fund shall be entitled only to such a dividend on the said shares as declared by the society concerned and is payable to other shareholders of the society. അപ്പം മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അതേ ഡിവിഡൻഡ് മാത്രമേ ഇവിടെ അപ്പെക്സ് സംഘത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ സെൻട്രൽ സംഘത്തിന് കിട്ടുകയുള്ളൂ. പ്രിൻസിപ്പൽ ഷെയർ പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്പെക്സ് സംഘം ഒരു സംഘത്തിന് ഷെയർ മേടിച്ചു. ഇപ്പോൾ സാധാരണക്കാർക്ക് കിട്ടുന്ന അതേ ഡിവിഡൻഡ് തന്നെ അവർക്ക് കിട്ടുള്ളൂ. അല്ല സെൻട്രൽ സംഘം ഏതെങ്കിലും ഒരു പ്രൈമറി സംഘത്തിന് ഷെയർ മേടിച്ചു, ആ പ്രൈമറി സംഘത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സാധാരണ മെമ്പേഴ്സിന് കിട്ടുന്ന അതേ ഡിവിഡൻഡ് തന്നെ ഈ സെൻട്രൽ സംഘത്തിനും കിട്ടുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തതാണ് ഇൻഡെമിനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. ഇൻഡെമിനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടോത്തരവാദിത്തം കേട്ടോ.
നഷ്ടോത്തരവാദിത്വം എന്ന് പറയാണ് ഇഫ് എ സൊസൈറ്റി ഇൻ വിച്ച് ഷെയർസ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മണീസ് ഇൻ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അതായത് അങ്ങനെ നമ്മൾ പഠിച്ച ഗവൺമെന്റ് നൽകിയ പണം കൊണ്ട് ഒരു അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഘത്തിന്റെ ABC എന്ന് പറയുന്ന സംഘത്തിന്റെ ഷെയർ വാങ്ങിച്ചേ കേട്ടോ, സംഘത്തിന്റെ ഷെയർ മേടിച്ചു. അപ്പോൾ ഈ സംഘമൊക്കെ പൊട്ടിപ്പോയി, വൗണ്ടപ്പ് ചെയ്തു. ഓക്കെ, പൊട്ടിപ്പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മേടിച്ച ഒരു പൈസ പോലും കിട്ടിയില്ലെന്ന് വിചാരിച്ചു. 10,000 രൂപയുടെ 10K ഷെയർ മേടിച്ചു, ഒന്നാമത്തെ കണ്ടീഷൻ. പൊട്ടിപ്പോയി, ഒരു പൈസ പോലും കിട്ടിയില്ലെങ്കിൽ പറയാണ് ഇഫ് എ സൊസൈറ്റി ഇൻ വിച്ച് ഷെയർസ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മണീസ് ഇൻ ദി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് വൗണ്ടപ്പ്, ഓക്കെ, ഓർ ഇറ്റ് ഡിസോൾവ്ഡ്. വൗണ്ടപ്പ് ചെയ്യുകയോ ഡിസോൾവ് ചെയ്യുകയാണ്. പറയാണ് the government shall not have any claim against the apex society which purchase the share in respect of any loss arising from such purchase. അപ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഗവൺമെന്റ് പൈസ കൊടുത്തു, അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തു, അതുകൊണ്ട് മറ്റൊരു സംഘത്തിന്റെ ഷെയർ മേടിച്ചു, ആ സംഘം പൊട്ടിപ്പോയി, 10,000 രൂപ ഷെയർ മേടിച്ചു, നഷ്ടമായിട്ട് 10,000 രൂപ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കാരണവശാലും ഗവൺമെന്റിന് ഈ അപ്പെക്സ് സംഘത്തിന്റെ മുകളിൽ ഒരു വാദം ഉന്നയിക്കാൻ പറ്റില്ല. അതായത് നീ മേടിച്ച സംഘമാണ്, നീ അല്ല അവിടുത്തെ ഷെയർ മേടിച്ചത്, അതുകൊണ്ട് ആ സംഘം പൊട്ടിപ്പോയി, 10,000 രൂപ ഗവൺമെൻറ്റായി എനിക്ക് നഷ്ടം വന്നു, നീ ആ പണം തരണം എന്ന് പറഞ്ഞ് അവിടെ ഒരു ക്ലെയിം, ഒരു വാദം ഉന്നയിക്കാൻ പറ്റില്ല കേട്ടോ. ഇവർ തന്നെ നഷ്ടം സഹിക്കേണ്ടി വരും. അല്ലാതെ ഇവർ മേടിച്ചു, ഇവർ പറയാണ് അപ്പെക്സ് സംഘം നീ ഇത് മേടിച്ചു, നീ മേടിച്ച കൊണ്ടാണ് ആ ഷെയർ, അതായത് നീ മേടിച്ചു, നീയാണ് ഉത്തരവാദി, നീയല്ല ആ സംഘത്തിൻ്റെ ഷെയർ മേടിച്ചപ്പോൾ നീയല്ല ഉത്തരവാദി, അതുകൊണ്ട് 10,000 രൂപ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പൈസ നീ തരണം എന്ന് പറയാനുള്ള അവകാശം ഗവൺമെൻറ്റിൽ. എന്തുകൊണ്ടാണ്? കാരണം ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തിട്ടല്ല ഇവിടെ മേടിച്ചത്, ഓർഡിനറി മേടിച്ചായിരുന്നു. ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയെങ്കിൽ മാത്രമേ സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഓൾറെഡി അനുമതി കൊടുത്തതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഗവൺമെൻറ് ഒരു വാദം ഉന്നയിക്കാൻ പറ്റില്ലെന്ന് ഓർത്ത് നോക്കുക. പിന്നെ പറയാണ് ഇനിയിപ്പം 10,000 രൂപയുടെ ഷെയർ മേടിച്ചു, ഇത് പൊട്ടിപ്പോയി, ഒരു 2,000 രൂപ കിട്ടി, 2K കിട്ടി, 10Kക്ക് മേടിച്ചു, നഷ്ടപ്പെട്ടു പോയി, ഒരു 2,000 രൂപ കിട്ടിയെങ്കിൽ ഈ കിട്ടിയ പൈസ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. അഥവാ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, നഷ്ടം വന്നാൽ ഗവൺമെൻറ് സഹിച്ചോളും. ഇനി അവിടുന്ന് 2,000 രൂപ 3,000 രൂപ കുറച്ചേലും പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടിയ പണം എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലേക്ക് തിരിച്ച് കൊടുക്കണം. അതൊന്ന് ഓർത്തേക്കണം. അതാണ് പറയുക, ബട്ട് ദി ഗവൺമെൻറ് shall be indebted to any money received by the apex society in liquidation proceedings or on dissolution as the case may. എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ അത് ഗവൺമെൻറ് കൊടുക്കണം, നഷ്ടം വന്നാൽ ഗവൺമെൻറ് സഹിച്ചോളും. ഇനി അടുത്ത പറയാണ് ഈ സെയിം സംഭവം തന്നെ കേട്ടോ. ഇഫ് എ സൊസൈറ്റി ഇൻ വിച്ച് ഷെയർസ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മണീസ് ഇൻ ദ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് ഫണ്ട് ഓഫ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻട്രൽ സംഘം മറ്റൊരു സംഘത്തിന്റെ ഷെയർ മേടിച്ചു, പ്രൈമറി സംഘത്തിന്റെ. ആ സംഘം പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിപ്പോയെങ്കിൽ ഇവിടെ ഒരു ഗവൺമെന്റിനും നെയ്തർ ദ ഗവൺമെന്റ് നോർ ദ അപ്പെക്സ് ഓഫ് സംഘം. അപ്പം ഗവൺമെന്റ് പൈസ കൊടുക്കുന്ന അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നു. ഇതിൽ നിന്ന് സെൻട്രൽ സംഘത്തിന് പൈസ കൊടുക്കുന്നു. സെൻട്രൽ സംഘം സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കുന്നു. അതിൽ നിന്നും പ്രൈമറി സംഘത്തിന് ഷെയർ മേടിക്കുന്നു. പ്രൈമറി സംഘം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക? ഈ ഗവൺമെന്റിനും അതൊരു ഈ അപ്പെക്സ് സംഘത്തിനും ഒരു കാരണവശാലും സെൻട്രൽ സംഘത്തിന് ഒരു വാദം, നീ കാരണമാണ് പൊട്ടിപ്പോയത്, പൈസ നീ തരണം പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എന്താണ് ഗവൺമെന്റ് അനുമതി മേടിച്ചിട്ടാണ് ഷെയർ മേടിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തുകൊണ്ടല്ല അവർ ഷെയർ മേടിച്ചത്. അപ്പോൾ ഗവൺമെന്റിന് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതാ പറയാ ഇവിടെ ഗവൺമെന്റ് നോർ ദ അപ്പെക്സ് സൊസൈറ്റി, അപ്പെക്സ് സംഘത്തിനോ ഗവൺമെന്റിനോ അവരുടെ മുകളിൽ ഒരു രീതിയിലും ഒരു ക്ലെയിമും അവർക്കെതിരെ ഉന്നയിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, പക്ഷേ എന്തായാലും കിട്ടുകയാണ്. ബട്ട് ദ അപ്പെക്സ് സൊസൈറ്റി ഷാൾ ബി എൻഡേറ്റഡ് ടു എനി മണീസ് റിസീവ്ഡ് ബൈ ദ സെൻട്രൽ സൊസൈറ്റി ഇൻ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് ഓർ ഓൺ ഡിസൊല്യൂഷൻ. അതായത് അതിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ അത് അപ്പെക്സ് സംഘത്തിലേക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പെക്സ് സംഘത്തിൽ ഇപ്പോൾ 10,000 രൂപ ഷെയർ മേടിച്ചു, 2,000 രൂപ കിട്ടിയെങ്കിൽ ഇത് അപ്പെക്സ് സംഘത്തിലേക്ക് കൊടുക്കണം. ഓക്കെ, ആൻഡ് സച്ച് മണി ഷാൾ ബി ക്രെഡിറ്റഡ് ടു ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പൈസ അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് വരവ് വെക്കുന്ന ഓർത്ത് പോകുക. ഓക്കെ, പാർട്ട് 1 ആയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാം. ഇനി പാർട്ട് 2 ആയിട്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.